നമസ്കാരം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിയത് ഒരു അടിപൊളി ചിക്കൻ ചില്ലിയുടെ വിഭവമായിട്ടാണ്. ഈ ചിക്കൻ ചില്ലി ചൈനീസ് അല്ല, ഇന്ത്യൻ സ്റ്റൈൽ ചിക്കൻ ചില്ലിയാണ് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പം വളരെ പെട്ടെന്ന് ഇത് ഏതൊരാൾക്കും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാനൊരു ചിക്കന്, നല്ല തൊലിയുള്ള ചിക്കനാണ്, അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് അതിൽ ഈ ചിക്കൻ ചേർത്ത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്, ഒരു 2 ടേബിൾ സ്പൂൺ സാൾട്ട്, ഒരു 3 പീസ് ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് ബോയിൽ ചെയ്തെടുക്കണം. കൂടുതൽ കുക്കായി പോകാതെ ശ്രദ്ധിക്കണം. ഒരു മീഡിയം സൈസിൽ നമുക്ക് അത് സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അതിൻ്റെ ചിക്കൻ പീസ് എടുത്തിട്ട് ഒരു ഡ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ബോയിൽ ചെയ്തെടുത്തു. ഇനി ഈ ചിക്കന് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ ചെറിയ പീസാക്കി മാറ്റണം. അത് ബോൺ വേണ്ടവർക്ക് ബോണിൽ തന്നെ ചെയ്യാം. ഞാൻ വിത്ത് ബോണിലാണ് തയ്യാറാക്കുന്നത്. ഇനി ബോൺലെസ് വേണ്ടവർക്ക് ബോൺലെസ് ചെയ്യാം. ഇതേപോലെ പിച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 പീസ് ഉള്ളി, ഞാനതിനായിട്ട് ഒരു 20 പീസ് പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 8 പീസ് ഗാർലിക്ക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതേപോലെ ഒരു ടൊമാറ്റോ. അപ്പോൾ അത് റെഡിയായി. ഇനി ഈ ചിക്കന് നമ്മളൊന്ന് എണ്ണയിലിട്ട് ഒന്ന് കോരിയെടുക്കണം. ഒന്ന് ചൂടായ എണ്ണയിലൊന്ന് ഇട്ടുക, ഒന്ന് കോരുക, അത്രയേ ഉള്ളൂ. കൂടുതൽ ഫ്രൈ ആക്കാതെ ശ്രദ്ധിക്കണം. ഇനി ചിക്കൻ ചില്ലി തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തു. ആദ്യം തന്നെ നമുക്ക് ഗാർലിക് ജിഞ്ചർ ചേർത്തിട്ട് ഒന്ന് അതിൻ്റെ പച്ചപ്പെല്ലാം മാറ്റാം. അപ്പോൾ അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇതിൽ ഉള്ളി ചേർത്തു. ഉള്ളി നല്ലതുപോലെ മിക്സാക്കി ഇതേപോലെ തന്നെ പച്ചപ്പൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളർ ആയതിന് ശേഷം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ഇതിലേക്ക് ചേർത്ത് വീണ്ടും മിക്സ് ചെയ്യണം. അപ്പോൾ അത് തയ്യാറായി. ഇനി ഇതിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് മസാലപ്പൊടികളാണ്. മസാലപ്പൊടികൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിതിൽ ചേർക്കുന്ന മസാലകൾ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ 1/4 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് റെഡിയാക്കി അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സാക്കാം. ഇത്രയും മതി. ഇനി ബ്ലാക്ക് പെപ്പർ കൂടുതൽ വേണ്ടവർക്ക് അത് അങ്ങനെ ചേർക്കാവുന്നതാണ്. ഞാൻ ഇത്രയും ചേർത്തിട്ടുള്ളൂ. ഞാൻ എല്ലാം കൂടി മിക്സഡ് ആയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി അതല്ലാതെ പെപ്പറിൽ വേണ്ടവർക്ക് പെപ്പറിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഞാനെല്ലാം മിക്സഡാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അപ്പോൾ ഇനി ഇതിൽ നല്ലതുപോലെ ലെമണൊക്കെ ഒഴിച്ച് നല്ല റൈസിൻ്റെ കൂടെ അതേപോലെ ചപ്പാത്തി പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചില്ലി ലാസ്റ്റിൽ ഞാൻ ടൊമാറ്റോ അതേപോലെ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചതെല്ലാം ചേർത്ത് നല്ല ഒരു എരിവിലുള്ള ഒരു ഡിഷാണ് ഞാൻ തയ്യാറാക്കിയത്. ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ചിക്കൻ ചില്ലിയുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കണം, ലൈക്ക് അടിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനാബിൾ ചെയ്തിട്ടാണെങ്കിൽ നമ്മൾ പുതുതായി വിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കണം. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.